കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മേൽഭാഗം. അവിടെ നിന്നാണ് അടിക്ക് പിന്നെ ഫാൾസാണ് വരുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ ഓട്ടോ യാത്ര പുതിയ അധ്യായം ആരംഭിക്കുകയാണ് ഇന്നത്തെ. ഇപ്പോൾ നമ്മളെത്തി നിൽക്കുന്നത് ഡൗക്കി റിവറിലാണ്. മേഘാലയയിലെ ഡൗക്കി റൂട്ട്സിൽ ഡൗക്കി ടൗൺഷിപ്പിലുള്ള ഡൗക്കി റിവർ, അതായത് ഏഷ്യയിലെ ഏറ്റവും നല്ല ശുദ്ധജല നദി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓരോ കാലാവസ്ഥക്കനുസരിച്ചാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ജലം ക്ലിയർ പോവും. ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ട് ഇന്ന് സുബൈക്ക് ചെറിയ രീതിയിൽ. പോയി നോക്കണം നമുക്ക്. അപ്പം നമ്മൾ ചെറിയൊരു ഫ്രഷായി ഇനി ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ചിട്ട്, മാഗിയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ യാത്ര നീങ്ങും. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ പുതിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഓട്ടോ യാത്ര ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഓട്ടോ യാത്രയോടൊപ്പം നിങ്ങളും യാത്ര ചെയ്ത് നമ്മളോടൊപ്പം പോകുന്നോളാം, മനസ്സുകൊണ്ടെങ്കിലും. അപ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര തുടങ്ങണം. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാം കൊണ്ടും ഹാപ്പി. ടെൻ്റൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് മേഘതാക്കണ പാത്രത്തിൽ പുറത്ത് ചായ തിളച്ചു, നേരെ കുടിക്കുക, പോവാ. അങ്ങനെ ഞങ്ങളെ യാത്ര തുടങ്ങിയിട്ടോ. മേഘാലയൻ താഴ്വരകളിലൂടെയാണ്. നോക്കി നിങ്ങൾ, എല്ലാ പ്ലേസ്, ഓരോ ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെ ഇവിടെ കയറി ഇങ്ങനെ തങ്ങി ഇങ്ങനെ പോകണം. വാട്ടർഫാൾസ് പോകാനുള്ള പരിപാടിയാണ്. അപ്പം അതിൻ്റെ മുന്നേ പഴം കഴിച്ച് പോകാം. അവർ നൈസാണിത് പഴം കഴിച്ചാൽ. ഇത് വലിയൊരു വകുപ്പ് ഇല്ലോണ്ടില്ലേ? ആ, പഴം കഴിച്ചതാണ്. ഈ വാട്ടർഫാൾസിൻ്റെ പേരെന്തേനു? എന്തോ ഒരു പറഞ്ഞു. ഇതിൻ്റെ പേരെന്തേനു? ക്രാങ്കൂരി വാട്ടർഫാൾസ്. ക്രാങ്സൂരി വാട്ടർഫോൾസ്. നല്ല ചെറിയ തണുത്ത കാറ്റ്. ഈ റൂട്ടിനാണ് നമ്മളിനി പോകാനുള്ളത്. അതിന് മുന്നേ പഴം കഴിച്ചാലേ വേ ടു വാട്ടർഫാൾസ്. ഈ സ്റ്റെപ്പുകളാണ് കേട്ടോ ഇതുപോലെ ഇറങ്ങാൻ. കുറച്ചിങ്ങനെ ഇറങ്ങാണ്ട് നല്ല രസമുള്ള ഒരു യാത്ര. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നോക്കി, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ക്രാങ്സൂരി വാട്ടർഫോൾസ് 50 രൂപ ഉണ്ട് ഒരാൾക്ക് ടിക്കറ്റ് ഉണ്ടല്ലേ. എന്താണ് മൂപ്പര് പെരുമ്പാവൂരുണ്ടായിരുന്നോ? എന്ത് ഞാൻ എന്ത് ഇത്? ഓ, കിറ്റക്സ് കമ്പനി. മൂപ്പരെവിടെ ഇറങ്ങണില്ലേ? നോക്കി, ആ വാട്ടർഫാൾസിൻ്റെ തൊട്ട് മേൽഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ആ കാണുന്ന പാറ ഉണ്ടില്ലേ, ഒരു 2 ആളുണ്ടാവും അടിയിലാണ്. 2 ആയും അടിയിലാണ് ആ പാറ കണ്ടത്. അത്രയും ക്ലാരിറ്റിയാണ് വെള്ളം എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് കയാക്കിങ്ങിന്. 20 മിനിറ്റാണ് ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം നമ്മളുള്ളത്, നമ്മളൊന്നും കൂടെ പറഞ്ഞുതരാം, ക്രാങ്സൂരി വാട്ടർഫാൾസിലാണ്. മേഘാലയ ഡൗക്കി റിവറിൻ്റെ അവിടുന്ന് ഒരു 28-30 കിലോമീറ്റർ
നല്ല കിടില അന്തരീക്ഷമാണ്, നല്ല ക്ലൈമറ്റ്, തണുപ്പോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചെറിയൊരു തണുപ്പേ ഉള്ളൂ. സുഖമായിട്ട് നമുക്ക് വന്നാൽ ബോട്ടിങ്ങൊക്കെ നടത്താൻ പറ്റും. അതും നല്ല അടിപ്പൻ വെള്ളം. അത് നോക്കിയാണ് ഇതിൻ്റെ ക്ലിയർ കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ മേൽഭാഗം. അവിടെ നിന്നാണ് അടിക്ക് പിന്നെ ഫാൾസാണ് വരുന്നത്. ജാവിത കൊണ്ട് തിരുമ്പോ. ബാക്കി രണ്ടാൾക്കാരും നമ്മളെ ഇതിന് വേണ്ടി പോയിക്കാണ്. ഇതിന് ഇതെടുത്തുകൊണ്ടിരാൻ വേണ്ടിയിട്ട്, നമ്മളെ കയാക്കിങ്ങിന് വേണ്ടി പൈസ എടുത്തുകൊണ്ടിരാൻ വേണ്ടി പോയത്. അവിടെ എവിടെയും ഗൂഗിൾ പേ ഇല്ല. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഗൂഗിൾ പേ ഉണ്ടെങ്കിലും കാര്യം ഞാൻ നെറ്റ്വർക്കും ഇല്ലട്ടെ, അത് വേറെ വിഷയം. ഇതാണ് അതിൻ്റെ മേൽഭാഗം കണ്ടില്ലേ, കോളി ചാടണ ഭാഗം. നമ്മൾ വാട്ടർഫാൾസിൽ നിന്ന് പോന്ന് കാണ്ടേ ഇപ്പം നിൽക്കണതേ ഒരു ഹിൽ വ്യൂവിലാണ് കേട്ടോ. നോക്കിയാണി ഇതെന്താ സംഭവം മനസ്സിലായോ? ഗുഹകൾ അവിടെ കണ്ടോ? ഇപ്പം നിങ്ങൾ ആലോചിച്ചോ എന്താണ് ഇപ്പോൾ ഗുഹയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് തട്ടണമെന്ന്. എന്നാൽ മണലാണ് ഈ തട്ടണത്. നമ്മളെ നാട്ടിൽ നിന്ന് പൊയ്ന്നാണ് മണലെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഗുഹൻ്റെ ഉള്ളിൽ നിന്നാണ് മണലെടുക്കണത്. നോക്കിയാണി തുരന്ന് പോവാണ് ഗുഹൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് നോക്കി ഇതൊരു ലോകമാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും വരെ ഇടുക്കാണ്. ഇപ്പോൾ എവിടെ നിലവിലുള്ളത് കൺസ്ട്രക്ഷൻ ഇതാക്കണോ? കൺസ്ട്രക്ഷൻ ഉള്ള മണലോക്കി ഇതെങ്ങനെയാണിത് പരിപാടി. ഇവിടുന്ന് ചെത്തിരിക്കാറില്ലേ പല ഉറപ്പുള്ളോടത്ത് അടുത്ത് നിർത്തണം. ഉറപ്പില്ലാത്ത വരെ ചെത്തിയെടുത്തിട്ട് ഉറപ്പുള്ളോടത്ത് വെച്ച് നിർത്തണം. ആക്കണോ? അടുത്തവനതാ പോണായിക്കൂടെ. പക്ഷെ എന്തായാലും നമ്മളവിടുന്ന് പോയി നിൽക്കുമ്പോൾ ഇവരെടുക്കണത് ഓല മല തുറന്ന് കണ്ട് അതുപോലെ ഫില്ലർ മാറി ഇങ്ങനെ ആക്കിയിട്ട് നിൽക്കുകയാണ്. ഓരോ ഐറ്റംസിലെ കൊണ്ടുവരണതാ കൊണ്ടുവരണം. ഇനിയിപ്പോൾ ഒറ്റ തട്ടല ആകും. എന്താല്ലേ പോയി നോക്ക. നോക്കി ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ തിരിച്ച് പിന്നെയും വന്നതാ. പോകാൻ വിചാരിച്ചിനി. ഇവിടെ നിന്നാണ് ഇവരിത് മണലെടുക്കണത്. ഇതാ കുത്തണോക്കി ഇത് കൊത്തിയിട്ട് ചാടിച്ചാണ്. എന്നിട്ട് നേരെ ഇതിലിട്ട് തരിച്ചണു. ഇതാ ലോഡാക്കി നേരെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇട്ട് അവിടെ അത്രയും ഉൾഭാഗത്തേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഈ തണുപ്പ്. നോക്കി ഇതൊക്കെ ഒരു ടൂറിസത്തിന് വിട്ടു കൊടുക്കുക. അപ്പം ഇനി അത്രത്തോളം ആയിക്കോണം ഇപ്പോൾ ഇത്. ഉള്ളേരിയ തുരന്ന് പക്ഷെ ഇത് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നത്. ഇതിൽ കൂടെ പോയി കൈ കൂടെ പോകണമെങ്കിൽ കുറേ പോകണ്ട്. ഇത് മാരക ഏരിയ ആണിത്. നോക്കി അത് അതായത് നമ്മൾ ഓട്ടോറിക്ഷ അവിടെയാണ്, നമ്മൾ അയിക്കൂടെ കയറിയത്. അപ്പോൾ അത് അതിൽ കൂടെ വന്ന് എന്താല്ലേ ചങ്കളെ നമ്മളെ വണ്ടി സൈഡാക്കി. അതായത് മേഘാലയയിൽ നിന്ന് ഇന്ന് ഇവിടെ പറയും നമ്മൾ, ഇന്നല്ല നാളെ ഇവിടെ പറയും. അതുകൊണ്ട് ടെൻറ്റ് അവിടെ സെമീറാക്കത് അപ്പുറത്ത് അവിടെ സെമീറാക്കൻ്റെ ടെൻറ്റ് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നാളെ നമ്മൾ ആസാം വഴി കയറിയിട്ട് ത്രിപുര കയറും. ഉച്ചവരെ ഒരു ബ്രോ തക്കാളി കറി, തക്കാളി അല്ല കറി എന്തേലും ബ്രോ സോയാബീന് ജാവിതാക്കുന്നു ഇളക്കുന്നു. ഇവിടെ ഒരുത്തെന്താ എന്താ സോയാബീൻ്റെ പുട്ട്. ഇത് ഇന്നലെ ഫുൾ കോമഡീന്. ഇത് പിന്നെ ലെയ്സാണ് എഴുതിയാണ് വാങ്ങിയതാ. അങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ആണ് എഴുതിയത്. സംഗതി സോയാബീനായി മൂളിപ്പോയി. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ. അങ്ങനെ ഏതായാലും ഇട്ടൂടി അതെ ഇന്നലെ ഇത് എന്താ പറയാ വറുത്ത സോയാബീൻ അരുതിയാണ്ട് വാങ്ങിയതാ. സംഭവം അഴുകിപ്പോയി. അങ്ങനെ ഉണ്ടാക്കണ പരിപാടിയിലാണ്. ഇല്ല കുറച്ചുണ്ട്. അത് കറിയല്ല, അതിൻ്റെ ഇതാണ്. ഫുഡടി തുടങ്ങി. സോയാബീനും ചമ്മന്തിയും അല്ലേ? അയ്യോ
കൊഴിഞ്ഞിരുന്ന അടിക്കട്ടെ ചായതും ചാവിയൊക്കെ ഇവിടെ ഇതാക്കണോ കാക്കാൻ്റെ പ്ലേറ്റ് നല്ലത്. അതെ കാക്കാൻ്റെ പ്ലേറ്റാണ് അങ്ങോട്ടും പോവില്ല, നൈസാണ്. അത് വലിയ പ്ലേറ്റുമാണ്, പോവില്ല. അത് വരിയിൽ നിങ്ങൾ കഴിക്കണ പ്ലേറ്റാ? വീട്ടിൽ കഴിക്കുന്ന വേറെ, ഇത് തന്നു വിട്ടെന്നേ ഉള്ളൂ. നമ്മളെ വരിയിൽ ഇതുകൊണ്ട് ഇതല്ല വേറെ പ്ലേറ്റാണ്, പക്ഷെ അധികം തന്നെ കഴിക്കല്.